സ്പെഷ്യല് തട്ടിക്കൂട്ടലല്ലേ കഴിവില്ല ദിവസമൊക്കെ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു. ഇത് സ്പെഷ്യല് മാങ്ങ നോക്കളൊക്കെ മാങ്ങ നുണയന്മാരല്ലേ ഇവിടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ കുഞ്ഞി വ്ളോഗാണ് കേട്ടോ. അതിൽ നമ്മുടെ കുഞ്ഞി ലൈഫ് സ്റ്റൈലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും ലീവുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഞ്ഞു എൻജോയ്മെൻ്റ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അലക്കാളൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടുക എന്നുള്ളത്. എന്നാൽ പിന്നെ നമ്മൾ പണി ചെയ്യുമ്പോൾ ഒരു സംഭവം സെറ്റാകും, പിന്നെ ഒന്ന് സ്റ്റൈലിലിട്ടൊന്ന് ഉണക്കിയാൽ മതി. അപ്പം ഞാനിത് ആദ്യം ചെയ്യൽ വാഷിംഗ് മെഷീനിൽ കറക്കാനിടുക എന്നാണ്. മെഷീനിലാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന ഈ ഒരു സംഭവമാട്ടോ. അതിന് ശേഷം ഞാൻ മോർണിംഗത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇട്ടോ, കാരണം ചില ടൈമിൽ ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ കറക്കിന്റെ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗിന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പോയൊക്കെയല്ലേ, ഞാൻ ബഡ്ജറ്റിലൊക്കെ ഓഫർ വരുന്ന ടൈമിൽ ഇതുപോലെ നെഗറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ് ഈ ഒരു 2 പാക്കറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ പൊരിച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന നമ്മുടെ ബത്താദിസാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ എയർ ഫ്രയറിലാണ് സെറ്റ് ആക്കുന്നത്. ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്ന നെഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കല് എണ്ണ കൂടുതൽ യൂസ് ചെയ്യാതെ കേട്ടോ, നമ്മുടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയെടുക്കല്. ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ ആദ്യം അലക്കുന്നതിന് മുന്നേ ഇത് വേഗം എയർ ഫ്രയറിലിട്ട് അതിനുശേഷം ഞാൻ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടോ. ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മളെ വേറെ എന്ത് പണിക്കാലും അതിന്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളൂ. ഇന്നെന്താ സ്പെഷ്യല്? ഇത് സ്പെഷ്യല് മാങ്ങ നോക്കളൊക്കെ മാങ്ങ നുണയന്മാരല്ലേ ഇവിടെ. അപ്പൊ മാങ്ങ പിഴിഞ്ഞത്, മാങ്ങന്റെ കൊണ്ടാട്ടം, മാങ്ങന്റെ ചമ്മന്തി ഒക്കെ ഉണ്ടാവും. മാങ്ങന്റെ ഒരു വെറൈറ്റി ആണ്. പണ്ടേ ആരോ ഒരു ഉസ്താദ് കർമൂസ അതേപോലെ അതെങ്ങനെയാണ് ചൊല്ലുമ്പോ പണ്ടൊരു ഉസ്താദ് കർമൂസ എന്തേ പറഞ്ഞേ, തലേ ദിവസം ഒടിഞ്ഞി മരം ഒടിഞ്ഞ്. അപ്പം കർമൂസ ഉസ്താദിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അന്ന് കർമൂസന്റെ ഉപ്പേരും കർമൂസന്റെ മുഴുവൻ മൊത്തം കർമൂസ. അതുകൊണ്ട് ഉസ്താദ് തോച്ച്. പിന്നെ അതിന്റെ ശേഷം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവില്ലേ കർമൂസ് ഇഷ്ടാണ്. അതേപോലെ മാങ്ങന്റെ ഒരു വിഭവ. ഇതിന്റെ വേറെ റെസിപ്പി ഇല്ലേ, നമ്മൾ കുഞ്ഞു പീസാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടില്ലേനോ, അതും ശർക്കര പൊടി ഒക്കെ ഇടും. അത് ഇട്ടപ്പോ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇങ്ങനെ റെസിപ്പി. അത് സംഭവം സിമ്പിൾ തന്നെയാണ്. ഏലക്കായ അങ്ങനത്തെ ഒക്കെ ഇട്ടീനു. ഇത് വേറെ പുഴുങ്ങി ശർക്കര മാത്രമേ ഇടുള്ളൂ. പിന്നെ കുറച്ച് പൊടി കലക്കിപ്പാലും അത് വേണേ മുളിപ്പിന്. ഇത് കുറച്ച് വെള്ളം വെച്ചാ പിന്നെ മാണ്ട മന്ത്രില്ല മാങ്ങ ആവശ്യമില്ല. ഇത് ഇങ്ങനെ പുഴുങ്ങലും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉമ്മാന്റെ നല്ല ഇടിവെട്ടി സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. വലിയ കുക്കറിൽ ചോറ്. ഇനി പച്ചക്കറി കൊണ്ടൊക്കെ പാടിട്ടിട്ട് ഒരു കറി. പിന്നെ ഉപ്പേരി വേണമെന്നില്ല. എല്ലാ പച്ചക്കറി അതിൽ പോകുമ്പോ ചമ്മന്തി, മീൻ വറുത്ത, മീനിന്റെ ഒരു ഫ്രൈ ഉണ്ട്. മാങ്ങക്കാലായ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് മാങ്ങയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസിൽ അതിൽ പെട്ടൊരു സംഭവമാണ് കേട്ടോ മാങ്ങ പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ. മാങ്ങ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അതിലേക്ക് ആ ഒരു മധുരം എല്ലാം പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഓവർ ആവരുത്. കാരണം ശർക്കര പാനി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഓവർ ആയാൽ ആകെ കയ്യിൽ നിന്ന് പോകട്ടോ. അതിനുശേഷം അതൊക്കെ ഏകദേശം സെറ്റാകുമ്പോൾ നമ്മുടെ എയർ ഫ്രയറിൽ നമ്മുടെ നെഗറ്റ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ ക്രിസ്പി ആയി. അപ്പം നമ്മുടെ നെഗറ്റ്സ് ഇതാ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒലിവ് ഓയിലൊക്കെ ജസ്റ്റ് ആ ഒരു നമ്മൾ തടവി കൊടുത്താൽ മതി. ഞാനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലും സംഭവം നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഹസുവിന് ഇഷ്ടപ്പെട്ട നഗറ്റ്സ് എന്നാ. അപ്പം ഞാൻ ഹസുകുട്ടിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഇതാണ് ഉണ്ടാക്കി കൊടുക്കാറ്. കാരണം വെച്ചാൽ സംഭവം സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇതുപോലെ മക്കൾസ് ചോദിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉണ്ടാക്കാം, ഞാനിവിടെ ഹെൽത്തി നോക്കിയിട്ടാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൂ. ഹസു എങ്ങനെയുണ്ട്? സൂപ്പർ ഇഷ്ടാ? ഹസുവിന് നെഗറ്റ്സ് ആണോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണോ ഇതാണോ ഇഷ്ടം? എന്നാ ശരി. വെക്കേഷനൊക്കെ അല്ലേ, അവരെ പിടിച്ചിരുത്താ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പോയി അവിടെ ആള് കൊച്ചു കാണുന്നുണ്ട്, അവിടെ തന്നെ നഗറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അവരെ തീറ്റയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പൊ ഞാനിതാ മോർണിംഗ് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. നല്ല മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതുപോലെ നഗറ്റ്സും ആണ് കഴിച്ചിട്ടുള്ളത്. എനിക്ക് മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കറികളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ഇന്ന് എല്ലാം കൂടി ഉള്ളൊരു മിക്സ് ആയിട്ടുള്ള കറിയാണ്, അത് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
പിന്നെ നമ്മുടെ മാങ്ങ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ചതാ സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് മുതൽ വീണ്ടും ഒരു ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെൽത്തി ഒക്കെ പിടിക്കാന്ന് വിചാരിച്ച് ക്യാരറ്റും അതുപോലെ നമ്മുടെ പപ്പായയുടെയും ജ്യൂസ് അടിച്ചാണ്. പിന്നെ ഇത് ഞാൻ പഴം വാട്ടിയത് എയർ ഫ്രയറിലാണ് കേട്ടോ. നമ്മുടെ നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല, അങ്ങനെ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചക്കേക്ക് കുടിക്കാനും കഴിക്കാനും പോകുന്നത്. പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ക്യാരറ്റിൻ്റെ മാത്രം നീരെടുക്കാൻ വേണ്ടി വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതിൻ്റെ മെഷീനിലിട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇക്കും ഉമ്മി ഇതവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കൂജ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അവിടെ സെറ്റാക്കി വെച്ചത്. 2 ദിവസം കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് അത് ലെവലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ. പിന്നെ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തക്കാളിയും നമ്മുടെ വലിയുള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതാക്കി എടുത്തതാണ് സംഭവം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മതി, കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ.